നാം ഇന്ന് ദൈവവചനം വിതച്ചാൽ, സത്യവചനം വിതച്ചാൽ അതിന്റെ ഫലം കൊയ്യും. അല്പം മായം ചേർത്ത് വിതച്ചാലോ അതേ കൊയ്യുകയുള്ളൂ. എന്നാൽ വിഷം ചേർത്ത് വിതച്ചാലോ അത് അപകടം കൊയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ ഒരു മാറ്റവും നാം വരുത്തരുത്. നാം ഒരുപക്ഷെ ഒരു സഭയിലോ ഒരു മതത്തിലോ ഒരു കക്ഷിയിലോ ചേർന്ന് നിൽക്കുന്നു. അതിന് യോജിച്ച് നാം ദൈവവചനം വ്യാഖ്യാനിക്കരുത്. വിശ്വാസം ഒന്നേ ഉള്ളൂ, വചനം ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന വചനം 40ഓളം എഴുത്തുകാരെ കൊണ്ട് 1600 വർഷങ്ങൾ കൊണ്ട് 3 ഭൂഖണ്ഡത്തിൽ, ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയും തുടങ്ങിയ 3 ഭൂഖണ്ഡങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ തിരുവചനം പരിശുദ്ധാത്മാവിനാൽ വ്യാഖ്യാനിക്കണം. ഇല്ലെങ്കിൽ നേരെ വ്യാഖ്യാനിക്കുന്ന ചില കാര്യങ്ങളെല്ലാം വളച്ചു കെട്ടി അതിൽ വെള്ളം കലർത്തി കുറച്ച് വിഷമൊക്കെ കലർത്തി വ്യാഖ്യാനിക്കും. അത് ജനത്തിന് പ്രയോജനപ്പെടുകയില്ല. ഉള്ളതുള്ളതുപോലെ പ്രസംഗിക്കുക. എന്തിന് ഭയപ്പെടണം? മകനെ, നീ ആരെ പേടിക്കണം? നീ ആരെ പ്രസാദിപ്പിക്കണം? ദൈവത്തെ പ്രസാദിച്ചാൽ പോരെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ഇന്നും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദാസനായിരിക്കുകയില്ല, ഞാൻ കർത്താവിന്റെ ദാസനായിരിക്കുകയില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കാനും സഭയെ പ്രസാദിപ്പിക്കാനും അതിന് തക്കവണ്ണം നാം വചനത്തെ വളച്ചൊടിക്കരുത്. അങ്ങനെ ചെയ്താൽ ആസിയുസോസോ യൂറി, നീ എന്ത് വിതയ്ക്കുന്നു അതേ കൊയ്യുകയുള്ളൂ.